സ്റ്റാർട്ടപ്പുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ സ്വപ്നങ്ങളും കോടികളുടെ നിക്ഷേപങ്ങളും വിജയഗാഥകളും ഒക്കെയാണ് അല്ലേ? എന്നാൽ എല്ലാ കഥകളും വിജയത്തിൽ അവസാനിക്കുന്നില്ല. 2024 ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് തകർന്നടിഞ്ഞ ഒരു കാലത്തെ ചില വമ്പൻ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തേത് ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായ പേരാണ് ബൈജൂസ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി വളർന്ന ഒന്ന്. $22 ബില്യൺ ആയിരുന്നു ബൈജൂസിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം. പിന്നെ എന്തുപറ്റി? വരുമാനം കൂടുന്നുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ പല മടങ്ങ് വേഗത്തിലായിരുന്നു നഷ്ടം പെരുകിയത്. സ്കൂളുകൾ തുറന്നതോടെ ഓൺലൈൻ പഠനത്തിന് ആവശ്യക്കാർ കുറഞ്ഞു. വലിയ തുകയ്ക്ക് വാങ്ങിയ ആകാശ് പോലുള്ള സ്ഥാപനങ്ങൾ പ്രതീക്ഷ ലാഭം നൽകിയില്ല. ഒടുവിൽ കടം കയറി BCCIക്ക് കൊടുക്കാനുള്ള പണം പോലും നൽകാനാവാതെ വന്നതോടെ ബൈജൂസ് ഇന്ന് പാപ്പരത്ത നടപടികൾ നേരിടുകയാണ്. ഒരു വമ്പൻ സാമ്രാജ്യത്തിന്റെ പതനം. അടുത്തത് ട്വിറ്ററിന് ഒരു ഇന്ത്യൻ ബദലായി അവതരിപ്പിച്ച കൂ ആപ്പാണ്. കോവിഡ് കാലത്ത് വലിയ തരംഗമായി മാറിയ സർക്കാർ പിന്തുണയോടെ വളർന്നു വന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം. ടൈഗർ ഗ്ലോബൽ പോലുള്ള വമ്പൻ നിക്ഷേപകരും കൂവിൽ പണം മുടക്കി. എന്നാൽ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞെങ്കിലും പണമുണ്ടാക്കാൻ കൂവിന് കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, എന്നാൽ വരുമാനം തുച്ഛം. പുതിയ നിക്ഷേപം കിട്ടാതെ വന്നതോടെ പിടിച്ചു നിൽക്കാനാവാതെ 2024 ജൂലൈയിൽ കൂ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒരു ഇന്ത്യൻ സോഷ്യൽ മീഡിയ സ്വപ്നമാണ് അവിടെ അവസാനിച്ചത്. ചെറിയ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പലചരക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്ന ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഡീൽഷെയർ. ഗ്രൂപ്പായി സാധനങ്ങൾ വാങ്ങുമ്പോൾ വില കുറയുന്ന ഇവരുടെ ആശയം വലിയ വിജയമായിരുന്നു. $1.7 ബില്യൺ ആയിരുന്നു ഇവരുടെ മൂല്യം. പക്ഷേ അവരുടെ പ്രധാന ബിസിനസ് രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചത് തിരിച്ചടിയായി. വരുമാനം ഒറ്റയടിക്ക് 75% ഇടിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നു. സ്ഥാപകർ കമ്പനി വിട്ടു. തെറ്റായ സമയത്തെടുത്ത ഒരു തീരുമാനം എങ്ങനെ ഒരു യൂണിക്കോണിനെ തകർത്തു എന്നതിന്റെ ഉദാഹരണമാണ് ഡീൽഷെയർ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും സംശയങ്ങൾ ചോദിക്കാനും പരസ്പരം ബന്ധപ്പെടാനും ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഒരുക്കിയ എഡ്ടെക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബ്ലൂലേൺ. തുടക്കത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ഇവർക്ക് നല്ലൊരു തുക നിക്ഷേപമായും ലഭിച്ചു. ഇവിടെ പ്രശ്നം വലിയ നഷ്ടമായിരുന്നില്ല, മറിച്ച് അവരുടെ ആശയത്തെ ലാഭകരമായ ഒരു വലിയ ബിസിനസ് ആക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ മറ്റുള്ളവരെ പോലെ പരാജയപ്പെട്ടിട്ടില്ല ബ്ലൂലേൺ. പ്രവർത്തനം നിർത്തിയപ്പോൾ നിക്ഷേപകർക്ക് അവരുടെ പണത്തിന്റെ 70% തിരികെ നൽകി അവർ മാതൃകയായി. അപ്പോൾ എന്താണ് ഈ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? അതിവേഗത്തിലുള്ള വളർച്ച മാത്രം പോരാ, കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ വേണം. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയണം. വിജയം പോലെ തന്നെ പരാജയങ്ങളും സ്റ്റാർട്ടപ്പ് ലോകത്തിന്റെ ഒരു ഭാഗമാണ്. ഈ പാഠങ്ങൾ തീർച്ചയായും നാളത്തെ സംരംഭകർക്ക് ഒരു വഴികാട്ടിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.